ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. 2026 സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിലേക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളായിരിക്കും നിങ്ങൾ. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് CBQ മോഡലാണ് ഇനി അങ്ങോട്ട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വിൻഡോസിൽ CBQ മോഡൽ ഓപ്ഷണലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം വിദ്യാർത്ഥികൾ അത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓപ്റ്റ് ചെയ്തിട്ടുള്ള അത് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുറച്ചധികം വിദ്യാർത്ഥികളോട് നമ്മൾ അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു റിവ്യൂ എന്ന് പറയുന്നത് മിക്സ്ഡ് ബാഗ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. 1-2 പേര് പറഞ്ഞു കംഫർട്ടബിൾ ആയിരുന്നു, അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്, വലിയ കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നാണ് കുറച്ചധികം ആൾക്കാർ പറഞ്ഞത്. പക്ഷേ ഒരു മെജോറിറ്റി ആൾക്കാരുടെ അഭിപ്രായം എന്ന് പറയുന്നത് അവർ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു 100% കോൺഫിഡൻസ് ഇല്ല അവർ ചെയ്തത് കറക്റ്റ് ആൻസർ ആണോ സെലക്ട് ചെയ്തിട്ടുള്ള. കാരണം ചില ഓപ്ഷൻസിനകത്ത് തന്നെ ഉണ്ടല്ലോ ഉത്തരങ്ങളൊക്കെ. അപ്പോൾ അത് ഓർഡർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് കറക്റ്റ് ആണോ എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ഇല്ലായ്മ പല ആൾക്കാർക്കും ഉണ്ട്. പിന്നെ മെയിനായിട്ട് അവർ പറഞ്ഞ കാര്യം ടൈം ഒരു പ്രശ്നമല്ല. CBQ മോഡലാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൈമിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എസ്പെഷ്യലി നമ്മൾ MCQs ഒക്കെ കുറച്ചൊരു 10 മിനിറ്റ് നേരത്തെ തീർക്കും കൂടെ ആണെങ്കിൽ CBQ മോഡൽ അത്യാവശ്യം നന്നായിട്ട് ആലോചിച്ച് സമയമെടുത്ത് തന്നെ ആൻസർ ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടുന്നുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യണം. ചില നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും ഈ ടൈപ്പിംഗ് സ്പീഡ് ഒരു പ്രശ്നമായിരിക്കും. കാരണം നമ്മൾ കുട്ടികളോട് പറയും നിങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം പക്ഷേ പല ആൾക്കാരും എന്ത് ചെയ്യില്ല, ഈ എക്സാം ആവുന്നിടം വരെ അതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ എക്സാമിന് തലേന്നെങ്ങാണോ ഇരുന്ന് ചുമ്മാ ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലൊന്നും നമുക്ക് ആ സ്കില്ല് വരുത്തുമില്ല. അപ്പോൾ എക്സാമിന് ചെന്ന് ചിലപ്പോൾ അറിയാവുന്ന ഒരു ഉത്തരവാണെങ്കിൽ പോലും ഈ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്ലോനെസ് കൊണ്ടും നമ്മുടെ അന്നെടുത്ത ടെൻഷൻ കാരണമൊക്കെ തന്നെ ഒരുപാട് ടൈം വേസ്റ്റായി പോവുകയും ഇവൻ അറിയാവുന്ന ചില ഉത്തരങ്ങൾ പോലും പ്രോപ്പറായിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഈ ഒരു CBQ മോഡലാവുന്നതോടുകൂടി ഒഴിവായിരിക്കുകയാണ്. അത് എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ പറഞ്ഞ കാര്യമാണ്. ടൈം അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ ആലോചിച്ച് നന്നായിട്ട് ചിന്തിച്ച് ആൻസേഴ്സ് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഈ ഒരു CBQ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. പിന്നെ അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ബിക്കോസ് ഓൾറെഡി എക്സാം എഴുതിയ കുട്ടികളൊക്കെ ഇന്ന ക്വസ്റ്റ്യൻസാണ് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ. എന്തായാലും നമ്മുടെ ചാനലിൽ പൊട്ടൻഷ്യലി വരാൻ സാധ്യതയുള്ള അത്യാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള CBQ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ബൈ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ ഒക്ടോബറിലേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു തരത്തിലും ബ്രേക്ക് ചെയ്യാതെ ചെയ്യുക, ധൈര്യമായിട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ വിൻഡോയിൽ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ട് പഠിപ്പിച്ചിട്ടുള്ള 2-3 കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾ അതിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ചില കുട്ടികളെ നമുക്ക് അറിയാം, ഇവർ ഭയങ്കര ബ്രില്യൻ്റാണ്, ഇവർ ഉറപ്പായിട്ട് ഈ ഒരു കോഴ്സ് പാസ്സാവും നമുക്ക് 100% കോൺഫിഡൻസ് ഉള്ള ചില കുട്ടികളുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളിൽ ചില ആൾക്കാർ കഴിഞ്ഞ വിൻഡോയിൽ ഫെയിലായി. അപ്പോൾ അതിൽ ഒരാൾ S7 ഓപ്പൺ ആയതിനു ശേഷം വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് 340 കിട്ടിയത്. മറ്റ് 2 വിദ്യാർത്ഥികൾ അവർ വളരെ ബ്രില്യൻ്റാണ്, നമുക്ക് അവരുടെ കാലിബർ ഒബ്വിയസ്ലി അറിയാം, സ്കിൽഡാണ്, പക്ഷെ അവർക്ക് S5 പോലും ഓപ്പൺ ആവാതെ ഫെയിൽ ആവുകയും ചെയ്തു. ആൻഡ് ഇവരുടെ അത്രയൊന്നും ബ്രില്യൻ്റ് അല്ലാത്തൊരു കുട്ടി അതിന് മുന്നത്തെ വിൻഡോയിൽ പാസ്സാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ലെക്ക് ഒരു ഫാക്ടറാണോ എന്നുള്ളത്. പക്ഷേ എനിക്കറിയില്ല, ഒരുപക്ഷെ എക്സാം ടൈമിൽ ടെൻഷനോ ഒരു പ്രോപ്പർ കോർഡിനേഷൻ ഇല്ലായ്മയോ ഓവറായിട്ട് പാനിക് ആവുന്നതോ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആ സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റോ നെർവസ്നെസ്സോ കാരണം വായിച്ച് കറക്റ്റായിട്ടുള്ള രീതിയിൽ എത്താൻ പറ്റാത്തതൊക്കെ ആയിരിക്കാം. അല്ലാത്ത പക്ഷം ഈ കുട്ടികളൊന്നും തന്നെ അങ്ങനെ ഫെയിൽ ആവേണ്ടവരല്ല. അപ്പോൾ ഞാനത് പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ നമ്മളൊരു എപ്പോഴെങ്കിലും ഒക്കെ പഠിച്ചത് മതി, ഇത്രയും പഠിച്ചാൽ മതി, അത്യാവശ്യം ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു കംഫർട്ട് സോണിൽ ഇരിക്കാതെ നമ്മൾ അത്രയും നന്നായിട്ട് പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള പേടിയിൽ കുറച്ചുകൂടെ നന്നായിട്ട് എഫർട്ട് ഇടുക, ആ ഒരു എക്സ്ട്രാ യാർഡും കൂടെ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഫെയിലായ കുട്ടികൾ ഒരവസരം കൂടെ കിട്ടിയാൽ അവർ ഒബ്വിയസ്ലി പാസ്സാവും. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എനിക്ക് 100% ഉറപ്പുള്ള കുട്ടികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും ഒരു ഫെയിലിയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കുട്ടി, ആൾ പാർട്ട് 2 ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ പാർട്ട് 1 ഇപ്പോൾ 3 അറ്റംപ്റ്റായി. ഇപ്പോൾ കഴിഞ്ഞ 2 അറ്റംപ്റ്റിൽ അയാൾക്ക് 350 കിട്ടിയിട്ടുണ്ട്. എന്നാലോചിച്ചേക്ക് 350 കിട്ടിയിട്ട് ഫെയിലാവുന്നതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യം. കാരണം S7 ഓപ്പണായി നമ്മൾ പാസ്സാവും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നിട്ട് 10 മാർക്കിന് ഫെയിലാവുന്ന സമയത്തുണ്ടാകുന്നൊരു വേദന എന്ന് പറയുന്നത് ഇൻഎക്സ്പ്ലെയിനബിളാണ്. അപ്പോൾ ആൾ ഇത്തവണ എഴുതിയ സമയത്ത് സ്വാഭാവികമായിട്ട് 2 തവണ 350 കിട്ടിയ ആൾ 3-ാം തവണ എഴുതുമ്പോൾ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരിക്കുമല്ലോ, എന്തായാലും ഞാൻ S5 ഒക്കെ ഓപ്പൺ ആക്കും എന്നുള്ള ഒരു മിനിമം കോൺഫിഡൻസിലാണ് പോയത്. പക്ഷേ ആൾക്ക് S5 തന്നെ ഓപ്പൺ ആയില്ല ഇത്തവണ. അപ്പോൾ അതിനെ വളരെയധികം ഡെവസ്റ്റേറ്റഡ് ആയിട്ട് സങ്കടത്തോടു കൂടി കോൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാനത് ആശ്വസിപ്പിക്കാനല്ലേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മോട്ടിവേഷനൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആൾ കേപ്പബിളാണ്. അപ്പോൾ പാർട്ട് 2 അയാൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് CMA എക്സാം എങ്ങനെയാണെന്നും അത് ക്രാക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നും പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്നും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എനിവേ ആളടുത്ത തവണ പാസ്സാവുമെന്ന് തന്നെയാണ് എൻ്റെ
ഹോപ്പ്. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത അറ്റംപ്റ്റിൽ എന്ന് പറയുന്ന ഒരു സെനാരിയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. കാരണം ഫീസിൻ്റെ കാര്യം അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് റീസെൻ്റ്ലി ഈ ഡിസ്കൗണ്ട് കൂപ്പണൊന്നും ഇല്ലാതെ നമ്മുടെ സ്റ്റുഡൻറ്റ് കാറ്റഗറിക്ക് പോലും ഏകദേശം 47,000-48,000 രൂപയൊക്കെ എക്സാം ഫീസ് വരുന്നുണ്ട്, ഡിസ്കൗണ്ട് കൂപ്പണൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ അത്രയും ഫീസൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു എക്സാം എഴുതുക എന്ന് പറയുന്നത് ഒരു ആവറേജ് മിഡിൽ ക്ലാസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സീരിയസ്നെസ്സോടുകൂടി ഇത്രയും പൈസ ചിലവാക്കുന്നതാണെന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സസ് ഇൻ്റർനാഷണൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.